അഭിഷേകേ, ഞാനൊരു തവണ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്ന സമയത്താണ് എൻ്റെ ഓപ്പോസിറ്റ് ഒരു ലേഡി കയറി. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അവർ കയറിയ പാടെ തന്നെ ഫോൺ എടുക്കുന്നു. അവർ വീഡിയോ കാണുന്ന ഒരു കൊറിയൻ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ചെറുപ്പക്കാരൊക്കെ അത് കാണാറുണ്ട്, മുതിർന്നവരും കൊറിയൻ വീഡിയോയുടെ ആരാധകരാണ് എന്നുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ആരാധന എന്നുള്ളത് കടന്നിട്ട് അഡിക്റ്റ് ആകുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോറ്റാനിക്കരയിൽ വരുമ്പോൾ അങ്ങനെ കൊറിയൻ വീഡിയോ കാണുകയും അത് കഴിഞ്ഞിട്ട് കൊറിയയിൽ നിന്നുള്ള ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടൊരു സുഹൃത്തുണ്ടാകുകയും ആ സുഹൃത്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അതിനകത്ത് ഒട്ടേറെ ദുരൂഹതകളുണ്ട്. ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സമ്മാനങ്ങളൊക്കെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു കൊറിയയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ, അതായത് സൈബർ കെണിയിൽ ഈ ആദിത്യ കുടുങ്ങിയോ, പ്ലസ് വൺകാരിയായ ആദിത്യ കുടുങ്ങിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്താണ് ഈ ചോറ്റാനിക്കരയിൽ പ്ലസ് വൺകാരി ആദിത്യയുടെ മരണത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് കുട്ടികൾ ഈ ഒരു ചതിക്കുഴികളിൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ആദിത്യയുടെ മരണം ഇന്നലെ നമ്മളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം കൊറിയയിൽ നിന്നുള്ള ഒരു സുഹൃത്ത്, ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് മരണപ്പെട്ട ഒരു വാർത്ത കേട്ടൊരു പെൺകുട്ടി ഇങ്ങ് കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് മാമലയിൽ ഒരു കരിങ്കൽ കോറിൽ ചാടി ജീവനൊടുക്കുന്ന ഒരവസ്ഥ. കുട്ടികളുടെ വഴി എങ്ങോട്ടേക്കാണ് അവർ പോകുന്നതെന്ന് മാതാപിതാക്കൾക്ക് പോലും ആർക്കും നിശ്ചയമില്ലാത്ത രീതിയിലേക്കാണ് പുതിയ തലമുറയിലെ കുട്ടികൾ പോകുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ജനുവരി 27-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയ്ക്കടുത്ത് മാമല തിരുവാങ്കുളത്തിനടുത്ത് മാമല, ഇവിടെ കിണറ്റിങ്കൽ പറമ്പ് വീട്ടിൽ മഹേഷിന്റെയും രമ്യയുടെയും മകളാണ് 16 വയസ്സുകാരി. ഒറ്റ മകളാണ് 16 വയസ്സുകാരിയായിട്ടുള്ള ഈ പറയുന്ന പെൺകുട്ടി. ഈ പെൺകുട്ടി ചോറ്റാനിക്കര ഗവൺമെന്റ് VHSEയിലെ 1ാം വർഷ സ്പെഷ്യൽ കോഴ്സാണത്. VHSE ആണ്. അപ്പോൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി, പഠനത്തിൽ മിടുക്കിയായിരുന്ന, വീട്ടുകാരുടെ പൊന്നോമനയായിരുന്ന ഏക മകൾ. ഈ മകൾ സാധാരണയായിട്ട് ഈ പെൺകുട്ടി സ്കൂളിലേക്ക് പോകാറുള്ളത് രാവിലെ 7:45 ട്യൂഷൻ കഴിഞ്ഞ് അവിടെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചതിന് ശേഷം വീടിന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി അവിടെ നിന്ന് ബസ് കയറിയാണ് ചോറ്റാനിക്കര VHSE സ്കൂളിലേക്ക് പോകാറുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം, ഈ സംഭവം നടക്കുന്ന ജനുവരി 27-ാം തീയതി, ആദിത്യ ഈ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്കൂളിലേക്കെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന ഈ പെൺകുട്ടി വീടിൻ്റെ നേരെ എതിർദിശയിലേക്ക് 100 മീറ്റർ നടക്കുന്നു. അവിടെ ഒരു വലിയ പാറമടയാണ്. ഏകദേശം അവിടെ നിന്ന് പാറയൊക്കെ വെട്ടിക്കഴിഞ്ഞൊരു കരിങ്കൽ കുഴിയാണ്. അവിടെ 400 അടിയോളം വെള്ളമുള്ള ഒരു വലിയ ഗർത്തമാണ്. ഇതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഇത് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഇതുവഴി പോകാനിടയായ ഒരു ഓട്ടോ ഡ്രൈവർ ഈ പ്രദേശത്തൊരു സ്കൂൾ ബാഗ് ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ ഈ സ്കൂൾ ബാഗ് അസ്വാഭാവികതയുണ്ട്. കാരണം അവിടെ ആ സമയത്ത് ഒരു സ്കൂൾ ബാഗ് പാറമഴയുടെ സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആരെങ്കിലും അപകടത്തിൽ പെട്ടിരിക്കാമെന്നൊരു സന്ദേഹം ഈ ഒരു മനുഷ്യനുണ്ടായി. അങ്ങനെയാണ് ഇയാൾ സമീപവാസികളെ അറിയിക്കുന്നത്, പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് എത്തി തിരച്ചിൽ നടത്തുമ്പോൾ അധികമൊന്നും അവർക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ആ ഒരു പാറക്കയത്തിൽ നിന്ന് കണ്ടെത്തുന്നു. ഇതിന് കാരണമായിട്ട് പറയുന്ന കാരണമാണ് ഏറെ കൗതുകകരമായിട്ടുള്ളത്. കാരണം ഈ പെൺകുട്ടിയുടെ ബാഗിലുണ്ടായിരുന്ന ആത്മഹത്യാക്കുറിപ്പ്, സാധാരണയായിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ തങ്ങൾ എന്തിനാണ് മരിച്ചതെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കാറുണ്ട്. സാധാരണയായിട്ട് എല്ലാ ആത്മഹത്യകളിലും കാണാറുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ബാഗിലും ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഈ പെൺകുട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ കൊറിയൻ വീഡിയോകൾ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ കൊറിയയിൽ ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സങ്കേതം വന്നതോടുകൂടി സൗഹൃദത്തിന് അതിർവരമ്പുകളില്ല. കുഞ്ഞു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നമുക്ക് ലോകത്ത് എവിടെയുള്ള ആളുകളുമായിട്ട് സംവദിക്കാം, സൗഹൃദമുണ്ടാക്കാം, പ്രണയിക്കാം. അങ്ങനെ പല സാധ്യതകൾ തുറന്നു കാട്ടി. അങ്ങനെ ഈ പെൺകുട്ടിയുടെ കഥയിലെ താരമെന്ന് പറയുന്നത് ഈ ഒരു കൊറിയക്കാരനാണ്. ഇതാരാണെന്നുള്ളത് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഇനി അത് ആരെങ്കിലും, അതെ, സംഗീതവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആരോ ആയിരുന്നു. അങ്ങനെ ഈ കൊറിയക്കാരൻ ഈ ജനുവരി 16-ാം തീയതി കൊറിയയിൽ വെച്ച് മരണപ്പെടുന്നു. ഇയാളുടെ മരണത്തിന് ശേഷം ഈ പെൺകുട്ടി ഏറെ നിരാശയിലായിരുന്നു. അങ്ങനെ ഇയാളുടെ മരണവേദന സഹിക്കവയ്യാതെ, ഇയാളുടെ മരണം സൃഷ്ടിച്ച ശൂന്യത സഹിക്കവയ്യാതെ ഈ പെൺകുട്ടി
10 ദിവസങ്ങൾക്കിപ്പുറം ജനുവരി 27-ാം തീയതി വീടിന് തൊട്ടടുത്ത പാറമടക്കയത്തിൽ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഇത് പോലീസിനെ പോലും വട്ടം ചുറ്റിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. എന്നാൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്ട്രെയിഞ്ചാണ്. കാരണം ഇങ്ങനെ ഒരു കൊറിയക്കാരൻ ഇപ്പോൾ ഇന്റർനെറ്റിൽ പല ചതിക്കുഴികളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വടക്കൻ സെൽഫി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിനകത്ത് നിവിൻ പോളിയാണ് നായകൻ. അപ്പോൾ അതിനകത്തെ നായിക കഥാപാത്രം മഞ്ജിമ മോഹനാണ്. ഈ നായിക കഥാപാത്രം താൻ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ തേടി ചെന്നൈയിലേക്ക് പോകുന്നു. എന്നാൽ ഇയാളുടെ പേരിൽ ഇയാളുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ചാറ്റ് ചെയ്തിരുന്നത് മറ്റൊരാളാണ്. ഈ പെൺകുട്ടി കടുത്ത സാമ്പത്തിക തട്ടിപ്പിന് ഇരയാവുന്നു. ഇതാണ് ആ കഥയുടെ ഇതിവൃത്തം. അതാണ് അങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ പെൺകുട്ടി ഒരു കൊറിയക്കാരനുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആർക്കും ഏത് പേരിൽ വേണമെങ്കിലും അക്കൗണ്ട് ഉണ്ടാക്കാം. ഫേസ് റെക്കഗ്നീഷൻ ഒന്നും ഇല്ലാത്ത ഒരു സംഗതിയാണ്. ആർക്ക് വേണമെങ്കിലും ഏത് പേരിലും അക്കൗണ്ട് ഉണ്ടാക്കാം. ആരുമായി വേണമെങ്കിലും സൗഹൃദം ഉണ്ടാക്കാം. അങ്ങനെ ഈ പെൺകുട്ടിയെ ഒരുപക്ഷെ ചതിയിൽപ്പെടുത്തിയത് നമ്മുടെ നാട്ടുകാരനായ ആരെങ്കിലും ആയിരിക്കുമോ? അതാണ് പോലീസ് ആദ്യം അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ ഇതൊരു അപായപ്പെടുത്തി പാറമടയിൽ തള്ളിയതാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കൊറിയൻ സംഗീതത്തിന് വളരെയധികം വേരോട്ടമുണ്ട്. ഏകദേശം 1990-കളിലാണ് കൊറിയൻ കെ പോപ്പ് എന്നറിയപ്പെടുന്ന ഒരു സംഗീത ശാഖ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. അത് പിന്നീട് നമ്മുടെ നോർത്ത് ഈസ്റ്റിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു തരംഗം ഉണ്ടാകുന്നത്. 2013 ഒരു ബാൻഡ് വരുന്നു. അവരുടെ പേര് നമ്മുടെ കൊറിയയിൽ ജനപ്രിയമായിട്ടുള്ള BTS തരംഗമാണ്. ആദ്യം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇത് വ്യാപകമായിട്ട് ഇവർ ആരാധകരെ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് ഇന്ത്യയിലുടനീളം ലോകത്തുടനീളം ഒരു 7-അംഗ സംഘമാണ്. ഇവർ പങ്കുവയ്ക്കുന്ന സംഗീതം, ആ സംഗീതത്തിന് ലോകമെമ്പാടും ഭാഷയ്ക്കപ്പുറം ആരാധകരുണ്ട്. നമ്മുടെ അതിനു മുൻപ് 2012 കൊറിയയിൽ നിന്നുള്ള ഒരു ഗാനം നമ്മുടെ കേരളത്തിലടക്കം തരംഗമായിരുന്നു, ഗണ്ണം സ്റ്റൈൽ. അതുണ്ടാക്കിയ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആദ്യമായിട്ട് 1 ബില്യൺ വ്യൂസ് കടക്കുന്ന ഒരു വീഡിയോ അതായിരുന്നു. അതിന് കേരളത്തിലടക്കം നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഗാനം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല. നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾ വരെ ആ ഒരു ഗാനം ഏറ്റെടുത്തിരുന്നു. അതിനുശേഷമാണ് BTSന്റെ വരവ്. BTS കൂടാതെ പല വിധത്തിലുള്ള ബാൻഡുകൾ കൊറിയയിൽ നിന്ന് ലോക സംഗീതത്തിന്റെ നെറുകയിലേക്ക് കയറി വന്നു. ഈ BTS എന്ന് പറയുന്ന ഒരു ബാൻഡ്, ആ ബാൻഡ് കൊറിയയിൽ നമുക്കറിയാം ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങൾ, കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഏകാധിപതി, അതിനപ്പുറത്ത് ദക്ഷിണ കൊറിയ എന്ന രാജ്യം. ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരം അവിടെ 18 വയസ്സും 27 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾ നിർബന്ധിത സൈനിക സേവനം നടത്തണം. ഈ BTS വരുന്നത് 2013 ജൂണിലാണ്. അതിനുശേഷം 2022 ഇവരെ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് 2022 ഈ നിർബന്ധിത സൈനിക സേവനം എന്നൊരു കടമ്പ ഇവർക്കും നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഈ ബാൻഡിലെ 7ഓളം അംഗങ്ങളും ഈ നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവനത്തിനായിട്ട് പോകുന്നു. അതോടെ BTSന്റെ ആരാധകരൊക്കെ ഒറ്റപ്പെട്ടു. കാരണം നിരാശരായിരുന്നു. അതിനെ തുടർന്ന് പല ആത്മഹത്യകളും ലോകത്തിന്റെ പല കോണിലുണ്ടായി, കൊറിയയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇത്തരത്തിൽ 2022 ജൂണിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വെട്ടിയറ, കല്ലമ്പലത്തിനടുത്ത് വെട്ടിയറയിൽ ഒരു ജീവാ മോഹൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ ഏകദേശം ഈ പെൺകുട്ടി ഇപ്പോൾ മരണപ്പെട്ട പെൺകുട്ടിയുടെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടി ആ വീട്ടിൽ, സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഈ പെൺകുട്ടിയും സമാനമായ രീതിയിൽ കൊറിയൻ ഗാനങ്ങളുടെ വലിയ ആരാധകയായിരുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇപ്പോൾ ആദിത്യ മരണപ്പെട്ടതിന് മുമ്പ് 2022 ജൂണിൽ ഈ നമ്മുടെ കല്ലമ്പലം വെട്ടിയറയിൽ തന്നെ ജീവാമോഹൻ എന്ന ഈ ഏകദേശം 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊറിയൻ സംഗീതം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ഒരു വലിയ സംഗീതമാണ്. ലോകമെമ്പാടും സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ചതിക്കുഴികളാണ് നമുക്ക് ചുറ്റും മറഞ്ഞിരിക്കുന്നതെന്നറിയാതെ നേരെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നൊരു സാമൂഹിക മാധ്യമമാണ് നമുക്ക് ഏറ്റവും അധികം ജനപ്രിയമായിട്ടുള്ളത്. ഓരോ കാലത്തും ഓരോ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഫേസ്ബുക്ക് ആയിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരൊക്കെ വയസ്സന്മാരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് ജെൻസി കിഡ്സുമാണെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം സ്കൂൾ കുട്ടികൾ മുതൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന കോവിഡിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ വന്നതോടുകൂടി എല്ലാ കുട്ടികളുടെ കയ്യിലും പ്രായഭേദമന്യേ മൊബൈൽ ഫോണുകളുണ്ട്. ഇവർക്ക് ആക്സസിബിൾ ആണ്. ഈ സമയത്തും മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി കാർട്ടൂണുകൾ കണ്ടിരുന്ന പഴയ കാലമല്ല. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ മൊബൈൽ ഫോണിലേക്ക് വന്നതോടെ ഇവരുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്ന കണ്ടാലും അവർ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ വിശ്വസിക്കുക തരമുള്ളൂ.
അപ്പോൾ ഇതിനകത്ത് ഇവർ എന്ത് സെർച്ച് ചെയ്യുന്നു, എന്തൊക്കെ കാണുന്നു എന്നൊരു മോണിറ്ററിങ് രക്ഷിതാക്കൾ തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. അതുകൂടാതെ ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിലൊക്കെ മൊബൈൽ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഫോൺ സ്കൂൾ അധികൃതർ കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ചു വെച്ച് ആ ഒരു അധ്യയന വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും തരിക. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുന്ന മൊബൈലും കൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം വീട്ടിലേക്ക് വന്ന് പറയുമ്പോഴേ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റാത്ത സ്കൂളുകളിൽ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ചെയ്യുന്ന പണ്ട് ഈ പരീക്ഷാ ഹാളുകളിൽ ഒരു കാൽക്കുലേറ്റർ പോലെ ഇരിക്കുന്ന ഒരു വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ച് ഒരു കാലത്ത് നമ്മുടെ പരീക്ഷാ ഹാളിൽ കണക്ക് കൂട്ടാനായിട്ട് കെട്ടിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞാണ് ഈ സ്മാർട്ട് വാച്ചുകളുടെ വരവ്. അപ്പോൾ പാട്ട് കേൾക്കാം, ഇനി കോപ്പി അടിക്കുക തന്നെ പല വിധത്തിലുള്ള സങ്കേതങ്ങൾ പുതിയ ലോകത്തിലുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി മരണപ്പെട്ട കാര്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. ഇനി കൊറിയൻ സംഗീതത്തിൻ്റെ കടുത്ത ആരാധകയായിരുന്ന ഈ പെൺകുട്ടി ഈ ഒരു കൊറിയയിൽ നിന്നുള്ള താൻ സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടൊരു അപരിചിതനുമായിട്ടുള്ള സൗഹൃദം, അയാൾ മരണപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ മരണപ്പെട്ടതാണ്. കുട്ടിയാണ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു പിടിവാശിക്ക് പുറത്ത് മരണം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം ചെറിയൊരു നിസ്സാര സംഗതിയാണെന്ന് വിചാരിച്ച് ചെന്ന് ചാടിയതാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ഒരു കൊലപാതകമാണോ, ആത്മഹത്യയല്ല മറിച്ച് ഈ പെൺകുട്ടി ആരെങ്കിലും അപായപ്പെടുത്തി പാറമടയിൽ തള്ളിയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരണം. കുട്ടിയുടെ പിതാവ് ഒരു കിണർ പണിക്കാരനാണ്, മാതാവ് അങ്ങനെയുള്ളൊരു കുടുംബ ചുറ്റുപാടിൽ നിന്നാണ് വരുന്നത്. സാധാരണക്കാരായ കുടുംബമാണ്. അപ്പോൾ ഒറ്റ മകളാണ്, ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു. എന്തായാലും മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവരെന്താണ് ഫോണിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിര് കടന്ന സൗഹൃദ വലയത്തിലേക്ക്, സൗഹൃദ ചതിക്കുഴികളെന്ന് പറയേണ്ടി വരും, അതിലേക്ക് ചെന്ന് ചാടുന്ന കുട്ടികളുടെ വിധി ഇതായിരിക്കും.